കൈലാസ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശബരിമലയിൽ വ്രതമനുഷ്ഠിച്ച് കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ എത്തിച്ചേരുന്ന തീർത്ഥാടകനുള്ള സന്ദേശം തത്വമസി എന്നാണ്. സാമവേദത്തിൻ്റെ സാരമായ ഈ സംസ്കൃത പദത്തിൻ്റെ അർത്ഥം തത്വം അസി അഥവാ അത് നീ ആകുന്നു എന്നാണ്. നിങ്ങൾ ആരെയാണോ കാണാൻ വന്നിരിക്കുന്നത് അത് നിങ്ങൾ തന്നെ ആണ് എന്നതാണ്. അവനവൻ്റെ ഉള്ളിലെ പരമാത്മാവിൻ്റെയും ജീവാത്മാവിൻ്റെയും ബന്ധത്തെ ഇവ സൂചിപ്പിക്കുന്നു. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും 115 കിലോമീറ്റർ അകലത്തിലും കൊച്ചിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും 106 കിലോമീറ്റർ അകലത്തിലുമാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത്. തീർത്ഥാടന കാലത്ത് ചാലക്കയം വഴിയോ അല്ലെങ്കിൽ എരുമേലി വഴി കരിമല നടന്നു കയറിയോ ഇവിടെ എത്താം. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കോട്ടയവും ചെങ്ങന്നൂരുമാണ്. കോട്ടയത്തു നിന്നും എരുമേലി വഴി പമ്പ, എരുമേലിയിൽ നിന്നും കാളകെട്ടി, അഴുത, ഇഞ്ചിപ്പാറ, കരിമല വഴി പമ്പ 45 കിലോമീറ്റർ. പമ്പയിൽ നിന്നും ശബരിമലയിലേക്ക് കാൽനടയായി. ഇതാണ് പരമ്പരാഗത പാത. എരുമേലിയിൽ നിന്നും മുക്കൂട്ടുതറ, മുട്ടപ്പള്ളി, പാണപ്പിലാവ്, കണമല വഴിയുള്ള ഗതാഗതയോഗ്യമായ പാത 45 കിലോമീറ്റർ. വണ്ടിപ്പെരിയാർ മുതൽ മൗണ്ട് എസ്റ്റേറ്റ് വരെ വാഹനത്തിൽ, ശേഷം കാൽനടയായി ശബരിമലയിലേക്ക്. വണ്ടിപ്പെരിയാർ മുതൽ കോഴിക്കാനം വരെ 15 കിലോമീറ്റർ. കോഴിക്കാനത്ത് നിന്നും ഉപ്പുപാറ വരെ 10 കിലോമീറ്റർ. പാറ മുതൽ ശബരിമല വരെ 3.5 കിലോമീറ്റർ. ഇത് മറ്റൊരു ഗതാഗത മാർഗമാണ്. ചെങ്ങന്നൂരിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കോഴഞ്ചേരി വരെ 12 കിലോമീറ്ററും കോഴഞ്ചേരിയിൽ നിന്നും റാന്നിക്കും, റാന്നി, എരുമേലി, ശബരിമല എന്നിങ്ങനെ ആകെ 87 കിലോമീറ്റർ ദൂരവുമുണ്ട്. പരമ്പരാഗത പാത. എരുമേലിയിൽ നിന്നും പമ്പയിലേക്കുള്ള ഏകദേശം 51 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന പരമ്പരാഗതമായ കാനനപാതയുടെ വളരെ ദൈർഘ്യം ഉള്ളവയാണ്. ഒട്ടേറെ പുണ്യസ്ഥലങ്ങൾ താണ്ടി കാനനത്തിലൂടെ കാൽനടയായുള്ള ഈ യാത്ര ഭക്തർക്ക് ആത്മനിർവൃതിയേകുന്ന ഒന്നാണ്. പേരൂർത്തോട്, ഇരുമ്പൂന്നിക്കര, അരശുമുടിക്കോട്ട, കാളകെട്ടി, അഴുതാ നദി, കല്ലിടാംകുന്ന്, ഇഞ്ചിപ്പാറക്കോട്ട, മുക്കുഴി, കരിയിലാങ്കോട്, കരിമല, വലിയ ആനവട്ടം, ചെറിയാനവട്ടം എന്നിവയാണ് എരുമേലിക്കും പമ്പയ്ക്കും ഇടയിലുള്ള പുണ്യസങ്കേതങ്ങൾ. എരുമേലിയിൽ നിന്നും കാളകെട്ടി വരെ 11 കിലോമീറ്ററും കാളകെട്ടിയിൽ നിന്നും അഴുതയിലേക്ക് 2.5 കിലോമീറ്ററും അഴുതയിൽ നിന്നും പമ്പ വരെ 37 കിലോമീറ്ററുമാണ് ദൂരം. പേരൂർ തോടിൽ നിന്നും ഇരുമ്പൂന്നി കരയിലേക്ക് 3 കിലോമീറ്റർ ഉണ്ട്. ഇരുമ്പൂന്നി കരയിൽ നിന്നും കാനനം ആരംഭിക്കുന്നു. ഇരുമ്പൂന്നി കരയിൽ നിന്നും അരശുമുടിക്കോട്ടയിലേക്കും 3 കിലോമീറ്ററാണ് ദൂരം. ഇവിടെ നിന്നും കാളകെട്ടിക്ക് 5 കിലോമീറ്ററും. അയ്യപ്പ ഭക്തന്മാർ ആദ്യം എത്തുന്ന പുണ്യസങ്കേതമാണ് എരുമേലി. പന്തള രാജാവായിരുന്ന രാജശേഖര പാണ്ഡ്യൻ നിർമ്മിച്ച ഒരു ശാസ്താക്ഷേത്രം ഇവിടെയുണ്ട്. ശാസ്താ ക്ഷേത്രത്തിൽ നിന്നും അധികം അകലെയല്ല അയ്യപ്പൻ്റെ വിശ്വസ്ത അനുയായിയും മുസ്ലിം യോദ്ധാവുമായ വാവരുടെ പള്ളി കാണാം. എരുമേലിയിൽ നിന്നും കാൽനടയായി പുറപ്പെട്ട് പുണ്യസങ്കേതമായ പേരൂർത്തോട്ടിലെത്തുന്ന ഭക്തർ അവിടെ വിശ്രമിച്ച ശേഷം യാത്ര തുടർന്ന് ഇരുമ്പൂന്നിക്കരയും അരശുമുടിയും താണ്ടി ഭക്തർ കാളകെട്ടിയിലെത്തുന്നു. മണികണ്ഠൻ്റെ മഹിഷി നിഗ്രഹത്തിന് സാക്ഷ്യം വഹിക്കാനെത്തിയ ശ്രീ പരമേശ്വരൻ തൻ്റെ കാളയെ കെട്ടിയിട്ട സ്ഥലമാണത്രേ കാളകെട്ടി. കാളകെട്ടിയിലെ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം ഭക്തർ പ്രകൃതിസുന്ദരമായ അഴുതാ നദിക്കരയിലെത്തി വിശ്രമിക്കുന്നു. അടുത്ത ദിവസം രാവിലെ അഴുതാ നദിയിൽ മുങ്ങിക്കുളിച്ച് ഒരു ചെറിയ കല്ലും എടുത്ത് യാത്ര തുടരും. അയ്യപ്പ ഭക്തർ കാനനപാത താണ്ടി കല്ലിടാംകുന്നിലെത്തുന്നു. മണികണ്ഠൻ മഹിഷിയുടെ ഭൗതിക ദേഹം കല്ലും മണ്ണും വാരിയിട്ട് സംസ്കരിച്ചതിൻ്റെ ഓർമ്മയ്ക്ക് അഴുതയിൽ നിന്നെടുത്ത കല്ല് ഭക്തർ ഇവിടെ ഇടുന്നു. തുടർന്ന് കാട്ടുവഴിയിലൂടെ നടന്ന് മുക്കുഴിയിലെത്തി വിശ്രമിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ കരിയിലാന്തോടും കടന്ന് കരിമലയുടെ അടിവാരത്തെത്തുന്നു. മണ്ണിന് കറുപ്പു നിറമായതുകൊണ്ടാണ് ഈ മലയ്ക്ക് കരിമല എന്ന് പേര് വന്നതത്രേ. തുടർന്ന് ഭക്തർ ശരണം വിളിച്ചുകൊണ്ട് കഠിനമായ കരിമല കയറ്റം ആരംഭിക്കുന്നു. കരിമല മുകളിൽ കരിമലനാഥനെ വണങ്ങി യാത്ര തുടർന്ന അയ്യപ്പന്മാർ ചെറിയാനവട്ടം, പെരിയാനവട്ടം എന്നീ സ്ഥലങ്ങൾ പിന്നിട്ട് പുണ്യനദിയായ പമ്പയുടെ തീരത്ത് എത്തിച്ചേരുന്നു.
മലയാത്രയ്ക്കിടയിൽ അയ്യപ്പന്മാർ വിരിവയ്ക്കാനും വിശ്രമിക്കാനും ചില ക്ഷേത്രങ്ങൾ തിരഞ്ഞെടുക്കാറുണ്ട്. മധ്യ തിരുവിതാംകൂറിലെ ചില പ്രധാന ക്ഷേത്രങ്ങളാണ് മണ്ഡല മകരവിളക്ക് കാലത്ത് അയ്യപ്പന്മാരുടെ ഇടത്താവളങ്ങളാവുക. വൈക്കം മഹാദേവ ക്ഷേത്രം, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം, കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രം, പാല ഇളംകുളം ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം, പുതിയകാവ് ദേവീക്ഷേത്രം, പൊൻകുന്നം തിരുനക്കര മഹാദേവ ക്ഷേത്രം, കൊടുങ്ങൂർ ദേവീക്ഷേത്രം, വാഴൂർ മണക്കാട്ട് ദേവീക്ഷേത്രം, ചിറക്കടവ് മഹാദേവ ക്ഷേത്രം, എരുമേലി ശ്രീധർമ്മശാസ്താ ക്ഷേത്രം, നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങൾ അയ്യപ്പ ഭക്തരുടെ പ്രധാന ഇടത്താവളങ്ങളാണ്. വിരിവയ്ക്കാനുള്ള സ്ഥല സൗകര്യവും കുളിക്കുവാനും മറ്റു പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനുമുള്ള സൗകര്യമാണ് പ്രധാനമായും ഭക്തരെ ഇവിടങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. വൈക്കം മുതലായ മഹാക്ഷേത്രങ്ങളിൽ പതിവുള്ള അന്നദാനത്തിന് പുറമെ ശബരിമല തീർത്ഥാടന സമയത്ത് മിക്ക ക്ഷേത്രങ്ങളിലും അയ്യപ്പ ഭക്തരെ ഉദ്ദേശിച്ച് അന്നദാനം നടത്തുന്നു. ശബരിമല ക്ഷേത്രത്തിൽ എല്ലാ മലയാള മാസത്തിലും മകരവിളക്കിനും മണ്ഡലകാലത്തും മാത്രമേ തുറന്ന പൂജ നടത്തിയിരുന്നുള്ളൂ. എന്നാൽ ഭക്തജനങ്ങളുടെ തിരക്ക് വർദ്ധിച്ചപ്പോൾ അതിൽ മാറ്റങ്ങളുണ്ടായി. ഇന്ന് എല്ലാ മലയാള മാസവും 1 മുതൽ 5 തീയതി വരെയും, മണ്ഡലകാലത്ത് 41 ദിവസവും, മകരം 1-ന് മുമ്പ് 9 ദിവസവും, മേടം 1-ന് മുമ്പ് 4 ദിവസവും, ഇടവത്തിൽ ഉത്രം, അത്തം, തിരുവോണം നാളുകളും നട തുറക്കുന്ന ഉത്സവങ്ങളാണ്. ഇടവത്തിലെ അത്തമാണ് പ്രതിഷ്ഠാ ദിവസം. ശബരിമല ക്ഷേത്രത്തിലെ ഉത്സവം 10 ദിവസമാണ്. മീനമാസത്തിലെ കാർത്തിക നാളിൽ കൊടി കയറും. അയ്യപ്പൻ്റെ പിറന്നാളായ പൈങ്കുനി ഉത്രം നാളിൽ പമ്പാ നദിയിലാണ് ആറാട്ട്. ശനിപീഡ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇവിടെ ശനിയാഴ്ച ദിവസം ദർശനം നടത്തുന്നത് വിശേഷമായി കരുതപ്പെടുന്നു. മകരജ്യോതി ദർശനം. ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഉത്സവമാണ് മകരജ്യോതി ദർശനം. മകരമാസം തുടങ്ങുന്ന മകരം 1-ാം തീയതിയാണ് ഈ ഉത്സവം നടക്കുന്നത്. അന്നേ ദിവസം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വളരെ വലിയ ഉത്സവവും വിശേഷ പൂജകളും നടക്കുന്നു. അയ്യപ്പൻ്റെ തിരുവാഭരണം ചാർത്തി ദീപാരാധനയ്ക്ക് ശേഷമാണ് മകരജ്യോതി തെളിയുന്നതും മകരവിളക്ക് സമയത്താണ്. പൊന്നമ്പലം വീട്ടിലെത്തി കർപ്പൂരം കത്തിക്കുന്നതാണ് മകരജ്യോതി. ഹരിവരാസനം. ശബരിമലയിൽ ദിവസവും അത്താഴപൂജയ്ക്ക് ശേഷം നട അടയ്ക്കുന്നതിന് മുൻപ് ആലപിക്കുന്ന കീർത്തനമാണ് ഹരിവരാസനം. ഭക്തർക്കുള്ള ദർശനത്തിന് ശേഷം ഭഗവാനെ പള്ളിയുറക്കാനുള്ള ഒരു ഗീതമാണ് ഇതെന്നാണ് വിശ്വാസം. കമ്പക്കുടി കുളത്തൂർ സുന്ദേശ്വരയ്യർ ആണ് ഈ ഉറക്കുപാട്ട് കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത്. ഈ രചനയിൽ 352 അക്ഷരങ്ങളും 108 വാക്കുകളും 32 വരികളും ഉണ്ട്. ക്ഷേത്രനട അടയ്ക്കുന്നതിന് മുന്നോടിയായി തന്ത്രിയും ശാന്തിക്കാരും വിഗ്രഹത്തിൻ്റെ ഇരുപുറത്തുമായി ഇരിക്കും. തുടർന്ന് പാട്ടിലെ ഓരോ വരിയും അവസാനിക്കുന്നത് അനുസരിച്ച് വിഗ്രഹത്തിൻ്റെ ഇടതുഭാഗത്തെ ഓരോ വിളക്കും അണച്ചുകൊണ്ടിരിക്കും. അവസാനം വിഗ്രഹത്തിൻ്റെ വലതുഭാഗത്തെ വലിയ വിളക്കും അണച്ച ശേഷം തന്ത്രിയും ശാന്തിക്കാരും പുറത്തിറങ്ങും. ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.